ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈക്കിൾ ഡെ നൊസ്ട്രാഡമെ എന്ന പ്രശസ്തനായ ഫ്രഞ്ച് ശാസ്ത്രകാരന്റെ ലത്തീൻ നാമധേയമാണ് നൊസ്ട്രാഡമസ്. ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായതും കണിശവുമായ പ്രവചനങ്ങളിലൂടെയാണ് നൊസ്ട്രാഡമസ് പ്രശസ്തനായത്. ലോകത്തെ പിടിച്ചുകുലുക്കിയ പല സംഭവങ്ങളും ദുരന്തങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരുന്ന തന്റെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ലെസ് പ്രൊഫസീസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ പ്രവചനങ്ങളുടെ ഏറിയ പങ്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1555 ഈ പുസ്തകത്തിന്റെ 1ാം പതിപ്പ് പുറത്തിറക്കിയത്. പദ്യരൂപത്തിലാണ് നൊസ്ട്രാഡമസ് തന്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ശാസ്ത്രജ്ഞരും ഗവേഷകരും അടക്കം നിരവധി പേർ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 1503 ഡിസംബർ 14 അദ്ദേഹം ജനിച്ചതെന്നും അതല്ല ഡിസംബർ 21 രണ്ട് അഭിപ്രായങ്ങൾ നൊസ്ട്രാഡമസിന്റെ ജനന തീയതിയെ സംബന്ധിച്ച് നിലവിലുണ്ട്. സദേൺ ഫ്രാൻസിലെ സെന്റ് റെമി പ്രവിശ്യയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ധാന്യ കച്ചവടക്കാരനായിരുന്ന ജോൺ ജാക്കിസ് നൊസ്ട്രാഡമയുടെയും റെയ്നർ റെനെയുടെയും 9 മക്കളിൽ ഒരാളായിരുന്നു മൈക്കിൾ ഡെ നൊസ്ട്രാഡമെ. അദ്ദേഹത്തിന്റെ ജനന സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടം ഇപ്പോഴും നിലവിലുണ്ട്. ജൂതവിശ്വാസത്തിൽ നിന്ന് മാറി കത്തോലിക്കരായി തീർന്നവരായിരുന്നു നൊസ്ട്രാഡമസിന്റെ പിതാവിന്റെ കുടുംബക്കാർ. നൊസ്ട്രാഡമസിന്റെ മുത്തച്ഛൻ ക്രൈസ്തവ വിശ്വാസിയായപ്പോഴാണ് പേരിന്റെ ഒപ്പം നൊസ്ട്രാഡമെ എന്ന ക്രൈസ്തവ നാമം കൂട്ടിച്ചേർത്തത്. 15ാമത്തെ വയസ്സിൽ നൊസ്ട്രാഡമസ് അവിഗ്നോൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുകയും ജ്യോതിഷം, ഗണിതശാസ്ത്രം, വ്യാകരണം എന്നീ വിഷയങ്ങളിൽ അറിവ് നേടുകയും ചെയ്തു. എന്നാൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സർവകലാശാലകൾ അടച്ചതോടുകൂടി അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. തുടർന്ന് 1521 മുതൽ 29 വരെയുള്ള 8 വർഷക്കാലം അദ്ദേഹം പകർച്ചവ്യാധികൾക്കെതിരായ പച്ചമരുന്നുകൾ തേടി അലഞ്ഞു തിരിഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മോൺപില്ലിയർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വൈദ്യശാസ്ത്ര പഠനത്തിന് ചേർന്നുവെങ്കിലും അധികം താമസിക്കാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. നവോത്ഥാനത്തിന്റെ കാലത്ത് പണ്ഡിതന്മാരിൽ ഒരാളായ ജൂൾ സീസർ സ്കാലിങ്ങിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏകണെന്ന ദേശത്തെത്തിയ നൊസ്ട്രാഡമസ് ഹെൻറിറ്റെ എംഗൂസെ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് 2 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. എന്നാൽ പ്ലേഗിന്റെ പിടിയിൽപ്പെട്ട് ഭാര്യയും മക്കളെയും നഷ്ടമായ അദ്ദേഹം സ്വദേശത്തേക്ക് തിരികെ എത്തുകയും പ്ലേഗ് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. 1547 സാലുണ്ടെ പ്രവിശ്യയിൽ സ്ഥിരതാമസമാക്കിയ നൊസ്ട്രാഡമസ് ആൻ പോൺസിട്രെ എന്ന ധനികയായ വിധവയെ വിവാഹം കഴിച്ചു. ഇറ്റലിയിലേക്കുള്ളൊരു യാത്രക്കിടയിൽ നൊസ്ട്രാഡമസ് നിഗൂഢ ശാസ്ത്രത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലിലൂടെ ആർജിച്ച വിവരങ്ങൾ പ്രവചനങ്ങളായി രേഖപ്പെടുത്തുവാനും ആരംഭിച്ചു. എന്നാൽ നൊസ്ട്രാഡമസ് മുറിവൈദ്യനും തട്ടിപ്പുകാരനുമാണെന്ന വാദഗതികൾ അദ്ദേഹത്തിന്റെ എതിരാളികളായ ജ്യോതിഷ പണ്ഡിതന്മാർ അക്കാലത്ത് പ്രചരിപ്പിച്ചിരുന്നു. 1550 തന്റെ പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും ചേർത്ത് ഒരു വാർഷിക പതിപ്പ് അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. ഇതൊരു വൻ വിജയമായതിനെ തുടർന്ന് ഉടൻ തന്നെ മറ്റൊരു പതിപ്പ് കൂടി പുറത്തിറക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. 2 വോളിയങ്ങളിലായി ഏകദേശം 6338 പ്രവചനങ്ങൾ അടങ്ങിയിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പദ്യരൂപത്തിലാണ് പ്രവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നത്. 12ഓളം വാർഷിക കലണ്ടറുകളും അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. 1555 പുറത്തിറക്കിയ ലെസ് പ്രൊഫസീസ് ആണ് നൊസ്ട്രാഡമസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടത്. പ്രധാനമായും ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരുന്ന അദ്ദേഹം ലത്തീൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ ഭാഷകളും തന്റെ രചനകളിൽ ഉൾപ്പെടുത്തി. ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള നിഗൂഢ ഭാഷാരീതിയും നൊസ്ട്രാഡമസിന് പ്രിയങ്കരമായിരുന്നു. അന്നത്തെ കാലത്ത് വൈദ്യപഠനത്തിനൊപ്പമാണ് ജ്യോതിഷ പഠനം നടത്തിയിരുന്നതെന്നും വൈദ്യപഠനം പൂർത്തിയാകാതിരുന്നതിനാൽ നൊസ്ട്രാഡമസിന് ജ്യോതിഷത്തിൽ പാണ്ഡിത്യം നേടാനായില്ലെന്നും ഒരു വിഭാഗം ഗവേഷകർ വാദിക്കുന്നു. 1566 അദ്ദേഹത്തിന്റെ കാലുകളിൽ ശക്തമായ നീർവീക്കമുണ്ടാവുകയും ഇത് അദ്ദേഹത്തിന്റെ ചലനത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. മരണത്തിന്റെ തലേന്ന് അദ്ദേഹം താൻ അടുത്ത സൂര്യോദയം കാണില്ല എന്ന് പറഞ്ഞിരുന്നതായി എഴുതപ്പെട്ടിട്ടുണ്ട്. 1566 ജൂലൈ 2 അർദ്ധരാത്രി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. സാലോണിലെ ഫ്രാൻസിസ്കൻ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. നൊസ്ട്രാഡമസിന്റെ ശവകുടീരം ഇപ്പോഴും അവിടെയുണ്ട്. ലെസ് പ്രൊഫസീസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഭാവി പ്രവചിക്കുന്ന 942 പ്രവചനങ്ങൾ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ജോൺ എഫ് കെനഡിയുടെ മരണം, സെപ്റ്റംബർ 11 ഭീകരാക്രമണം, കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ ആരംഭം എന്നിവ പോലും പുസ്തകത്തിലെ രചനകളുടെ വ്യാഖ്യാനം അനുസരിച്ച് അദ്ദേഹം പ്രവചിച്ചിരുന്നതായി പറയപ്പെടുന്നു. 2023 ലോകമെമ്പാടുമുള്ള ഒരു സാമ്പത്തിക ദുരന്തം അദ്ദേഹം പ്രവചിച്ചിരുന്നു. പല റിപ്പോർട്ടുകളും അനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ 70% സത്യമായിരുന്നു എന്ന് പറയപ്പെടുന്നു. നൊസ്ട്രാഡമസിന്റെ 2024 ചില പ്രവചനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. 2024 ലോകം കാലാവസ്ഥാ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും. വരണ്ട ഭൂമി കൂടുതൽ വരണ്ടു പോകുമെന്നും വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നും കീടനാശിനി പ്രയോഗത്തിന്റെ ഫലമായി വരുന്ന വലിയ പട്ടിണിയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുനാമികൾ കൃഷിയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രവചനം ഇങ്ങനെയാണ്. വിവാദപരമായ വിവാഹമോചനം തേടിയ, ബലത്താൽ പുറത്താക്കപ്പെട്ട ദ്വീപുകളുടെ രാജാവ് എന്ന് വിളിക്കുന്ന ഒരാളെ നൊസ്ട്രാഡമസ് പരാമർശിക്കുന്നു. കൂടാതെ ഈ രാജാവിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കി രാജാവിന്റെ അടയാളമില്ലാത്തവർ രാജാവായി വാഴുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നോസ്ട്രാഡമസ് പ്രവചനങ്ങൾ എന്ന പുസ്തകത്തിന്റെ അനലിസ്റ്റ് ഈ പ്രവചനങ്ങളെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. ദ്വീപുകളുടെ രാജാവ്
എന്നതിലൂടെ നോസ്ട്രാഡമസ് ചാൾസ് മൂന്നാമനെയാണ് സൂചിപ്പിക്കുന്നത്. തനിക്കും തന്റെ രണ്ടാം ഭാര്യയ്ക്കും നേരെയുള്ള നിരന്തരമായ ആക്രമണം കാരണം അദ്ദേഹം സ്ഥാനമൊഴിയാൻ നിർബന്ധിതനായേക്കാം. കൂടാതെ നിലവിലെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ 80കളുടെ മധ്യത്തിലാണ്. സമീപകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പ്രായാധിക്യം മൂലം നിലവിലെ മാർപ്പാപ്പയ്ക്ക് പകരം പുതിയൊരു യുവ മാർപ്പാപ്പയെ നിയമിക്കുമെന്നും നോസ്ട്രാഡമസിന്റെ പ്രവചനങ്ങളിലുണ്ട്. വളരെ വൃദ്ധനായ ഒരു പോപ്പിന്റെ മരണത്തിലൂടെ പ്രായം കുറഞ്ഞ ഒരു റോമൻ തിരഞ്ഞെടുക്കപ്പെടും എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. പ്രായം കുറഞ്ഞ ഊർജ്ജസ്വലനായ ഒരു മാർപ്പാപ്പയുടെ വരവ് ഒരു നല്ല കാര്യമായി തോന്നുമെങ്കിലും പുതിയ നേതാവ് ദുർബലനായിരിക്കുമെന്നും അദ്ദേഹം ദീർഘകാലം മാർപ്പാപ്പയെ തുടരുമെന്നും നോസ്ട്രാഡമസ് പറയുന്നു. വർഷാവസാനമാകുമ്പോൾ ഇതുപോലെ പലരുടെയും പ്രവചനങ്ങൾ ചർച്ചാ വിഷയമാകാറുണ്ട്. പക്ഷേ ഇതൊന്നും എത്രത്തോളം കൃത്യമാണെന്നോ സത്യമാണെന്നോ പറയാൻ സാധ്യമല്ല. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.